നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. 70 സ്ത്രീകളെ കൊന്നതായി നിയമപാലകരുടെ മുന്നിൽ വീമ്പിളക്കിയ സ്വയം പ്രഖ്യാപിത സീരിയൽ കില്ലർ, കാസിനോവ കൊലയാളി എന്ന് വിളിക്കപ്പെടുന്ന ഗ്ലെൻ റോജേഴ്സ് വധശിക്ഷയ്ക്ക് വിധേയനാകുന്നതിന് തൊട്ടുമുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി തൻ്റെ അവസാന വാക്കുകൾ എഴുതിവെച്ചത് ഇങ്ങനെ: പ്രസിഡന്റ് ട്രംപ്, അമേരിക്കയെ മഹത്തരമാക്കുന്നത് തുടരുക. ഞാൻ പോകാൻ തയ്യാറാണ്. 1995 34-കാരിയായ ടിന മേരി ക്രിബ്സിനെ കൊലപ്പെടുത്തിയ കേസിലാണ് 62-കാരനായ റോജേഴ്സിന് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. 2 കുട്ടികളുടെ അമ്മയായ ടിന മേരിയെ ഒരു മോട്ടൽ മുറിയിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് മുൻപ് ഇവർ കണ്ടുമുട്ടിയത് സമീപത്തെ ബാറിൽ വെച്ചായിരുന്നു എന്ന് പറയുന്നു. 1995 തന്നെ വാൻ ന്യൂസിലെ ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടിയ 3 കുട്ടികളുടെ അമ്മയായ സാന്ദ്ര ഗല്ലഗറിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് കാലിഫോർണിയയിൽ ഗ്ലെൻ റോജേഴ്സിന് വേറെയും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ക്രിബ്സ് കൊലപാതകത്തിന് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ആ കൊലപാതകം നടന്നത്. 1995 നവംബറിൽ ലെക്സിംഗ്ടണിൽ നിന്ന് ഏകദേശം 40 മൈൽ അകലെയുള്ള കൊല ചെയ്ത സ്ത്രീയുടെ കാർ ഓടിച്ചുകൊണ്ട് പോകവെയാണ് കെൻറ്റക്കിയിലെ വാക്കോയിൽ വെച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. മരിക്കുന്നതിന് മുൻപ് അവസാന വാക്കുകളിൽ റോജേഴ്സ് തൻ്റെ ഇരകളുടെ കുടുംബങ്ങളോടും ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് ഉത്തരം ആവശ്യമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. സമീപ ഭാവിയിൽ തന്നെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വധശിക്ഷയ്ക്ക് 16 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ എന്നാണ് റിപ്പോർട്ട്. കുത്തിവെച്ചതോടെ തന്നെ അയാൾക്ക് അനങ്ങാൻ പ്രയാസം അനുഭവപ്പെട്ടു. വായ ചെറുതായി തുറന്ന് നിശ്ചലനായി കിടന്നു. പിന്നീട് ജീവനക്കാരൻ അയാളുടെ തോളിൽ പിടിച്ചു കുലുക്കി റോജേഴ്സ് എന്ന പേര് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും റോജേഴ്സ് മരിച്ചിരുന്നു. US സുപ്രീം കോടതി റോജേഴ്സിൻ്റെ അന്തിമ അപ്പീലുകൾ നിരസിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. ഏകദേശം 70 പേരെ താൻ കൊന്നതായി പോലീസിനോട് റോജേഴ്സ് പറഞ്ഞിരുന്നുവെങ്കിലും ആ കേസുകളിൽ ഒന്നിലും തന്നെ റോജേഴ്സ് ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. എങ്കിലും ക്രിബ്സ്, ഗാലഗർ, ഓഹോയിലെ മാർക്ക് പീറ്റേഴ്സ്, മിസിസിപ്പിയിലെ ലിൻഡ പ്രൈസ്, ലൂസിയാനയിലെ ആൻഡി ലൂജൽസ് സട്ടൻ എന്നിവരുടെ കൊലപാതകത്തിൽ റോജേഴ്സിനും പങ്കുള്ളതായാണ് സംശയിച്ചിരുന്നത്. 4 പേർ ചുവന്ന മുടിയുള്ള 30 വയസ്സുള്ള അവിവാഹിതരായ അമ്മമാരായിരുന്നു. മാധ്യമങ്ങൾ റോജേഴ്സിനെ കാസിനോവ കില്ലർ എന്നും ക്രോസ് കോൺട്രി കില്ലർ എന്നുമാണ് മുദ്രകുത്തിയത്. ഈ വർഷം ഫ്ലോറിഡോയിൽ വധശിക്ഷയ്ക്ക് വിധേയമാകുന്ന 5ാമത്തെ തടവുകാരനായിരുന്നു റോജേഴ്സ്. ജൂൺ 10 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അടുത്ത തടവുകാരൻ ആന്റണി വെയിൻട്രൻ ആണ്. ചില US സംസ്ഥാനങ്ങളിൽ വധശിക്ഷ നിയമപരമാണ്, മറ്റുള്ളവയിൽ നിയമപരമല്ല. ചില സംസ്ഥാനങ്ങളിൽ ഗവർണറുടെ നടപടികളുടെ ഫലമായി ഇത് ഔദ്യോഗികമായോ ഫലപ്രദമായോ നിർത്തിവെച്ചിട്ടുമുണ്ട്. 1862 വെള്ളക്കാരായ പുതിയ താമസക്കാരെ കൊന്നൊടുക്കി എന്ന കുറ്റത്തിന് 38 സിയോക്സ് ഇന്ത്യക്കാരെ തൂക്കിക്കൊന്നതാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കൂട്ട വധശിക്ഷ. 1862 മിനസോട്ടയിലെ മാങ്കാട്ടോ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ നടന്ന അവസാനത്തെ വധശിക്ഷ 1938 ഓഗസ്റ്റ് 14 കെൻറ്റക്കിയിലെ ഓവൻസ്ബൊറോവിൽ വെച്ചായിരുന്നു. 70 വയസ്സുള്ള ലിഷ എഡ്വേർഡ് എന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്നതിന് റൈനി ബെത്തി എന്നയാളെയായിരുന്നു തൂക്കിക്കൊന്നത്. ഈ തൂക്കിക്കൊലയ്ക്ക് മേൽനോട്ടം നൽകിയത് കെൻറ്റക്കിയിലെ ആദ്യത്തെ സ്ത്രീ ഷെരീഫായ ഫ്ലോറൻസ് തോംസൺ ആയിരുന്നു. കൊലപാതകിയായ വിക്ടർ ഫ്യൂഗർ എന്നയാളാണ് അയോവ സംസ്ഥാനത്ത് വെച്ച് 1963 മാർച്ച് 15 അവസാനമായി തൂക്കിലേറ്റപ്പെട്ടത്. 1965 മരണശിക്ഷ ഒഴിവാക്കി പകരം പരോളില്ലാത്ത ജീവപര്യന്തം തടവ് നിലവിൽ വന്നതിനു മുൻപ് തൂക്കുശിക്ഷയായിരുന്നു അയോവയിൽ മുഖ്യ വധശിക്ഷാ രീതി. ബാർട്ടൺ കെ കിർഹാം എന്നയാളാണ് യൂട്ട സംസ്ഥാനത്ത് അവസാനമായി തൂക്കിലേറ്റപ്പെട്ടത്. അയാൾ വെടിവെച്ച് കൊല്ലുന്നതിനു പകരം തൂക്കിക്കൊല ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് 1980 യൂട്ടോയിൽ വിഷം കുത്തിവെച്ച് കൊല്ലുന്ന രീതി നടപ്പിൽ വന്നു. ഡെലാവേർ സംസ്ഥാനത്തിൻ്റെ നിയമം 1986 മാറ്റി തൂക്കുശിക്ഷയ്ക്ക് പകരം വിഷം കുത്തിവയ്പ് നിലവിൽ വന്നു. അതിനു മുന്നേ ശിക്ഷാവിധി വന്നിരുന്ന ആൾക്കാർക്ക് തൂക്കുമരണം തിരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നു. 1996 ബില്ലി ബെയ്ലി എന്നയാളെ തൂക്കിക്കൊന്നതാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും അടുത്ത കാലത്തു നടന്ന തൂക്കിക്കൊല. വാഷിംഗ്ടൺ, ന്യൂഹാംഷെയർ എന്നീ സംസ്ഥാനങ്ങളിൽ തൂക്കിക്കൊല ഇപ്പോഴും തിരഞ്ഞെടുക്കപ്പെടാവുന്ന ഒരു രീതിയായി നിലനിൽക്കുന്നുണ്ട്.